പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം പൊള്ളയാണെന്ന് വിമർശിച്ച് പ്രിയങ്ക ഗാന്ധി. 11 പൊള്ളയായ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അഴിമതിയോട് സഹിഷ്ണുത കാണിക്കുന്നില്ലെങ്കിൽ അദാനിയെക്കുറിച്ച് ഒരു സംവാദമെങ്കിലും നടത്തണമെന്നും പ്രിയങ്ക പറഞ്ഞു. 110 മിനിറ്റിലധികം നീണ്ട പ്രസംഗം തന്നെ ബോറടിപ്പിച്ചു. പ്രധാനമന്ത്രി പുതിയതായി ഒന്നും സംസാരിച്ചിട്ടില്ല. തുടർച്ചയായ 2 പീരീഡ് കണക്കു ക്ലാസ്സിൽ ഇരുന്നതിന് സമാനമായിരുന്നു പ്രസംഗമെന്നും പ്രിയങ്ക പറഞ്ഞു. JP നദ്ദ കൈകൾ തിരുമ്മിയിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നോക്കിയപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് പോലെ ഇരുന്നു. അമിത്ഷാ തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു. പീയൂഷ് ഗോയൽ ഉറക്കത്തിലേക്ക് വീഴുന്ന അവസ്ഥയിലായിരുന്നു. പ്രിയങ്ക പരിഹസിച്ചു. തനിക്കത് പുതിയ അനുഭവമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പുതിയ എന്തെങ്കിലും പറയുമെന്ന് കരുതിയിരുന്നതായും അവർ കൂട്ടിച്ചേർത്തു. ലോക്സഭയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്ര എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നുവെന്ന തരത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെ മറുപടി പ്രസംഗത്തിലാണ് മോദി കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തെയും കടന്നാക്രമിച്ചത്. കോൺഗ്രസ് രാജ്യം മുഴുവൻ തടവറയ്ക്കുള്ളിലാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 75 വർഷത്തെ ചരിത്രത്തിൽ 55 വർഷവും ഒരു കുടുംബം മാത്രമാണ് രാജ്യം ഭരിച്ചതെന്ന ഗാന്ധി കുടുംബത്തെ സൂചിപ്പിച്ചുകൊണ്ട് മോദി പറഞ്ഞു. അവരുടെ വൃത്തികെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് രാജ്യം അറിയേണ്ടത് പ്രധാനമാണ്. ഭരണഘടനയെ നശിപ്പിക്കാനുള്ള ഒരു അവസരവും കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു.